നമസ്കാരം. ദേശീയ വാർത്താ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. സിനിമാ താരമടക്കം 2 പേർ പിടിയിൽ. 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 3 പേർ പിടിയിലായി. തമിഴ്നാട് തിരുവള്ളൂർ ഉലകനാഥപുരം എണ്ണൂർ സ്ട്രീറ്റിൽ താമസിക്കുന്ന നസ്ലിമ സുൽത്താൻ, ഭർത്താവ് സുൽത്താൻ അക്ബർ, ആലപ്പുഴ മണ്ണഞ്ചേരി മല്ലൻവേളിയിൽ ഫിറോസ് എന്നിവരെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആലപ്പുഴ കമ്മീഷണറുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താൻ അക്ബറെ സംഘം പിടികൂടിയത് സാഹസികമായിട്ടായിരുന്നു. കൊടും ക്രിമിനലുകൾ കഴിയുന്ന തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. തസ്ലീമ സുൽത്താനെ എക്സൈസ് പിടികൂടിയതിന് പിന്നാലെ അക്ബർ തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിലേക്കാണ് പോയത്. ക്രിമിനൽ സംഘങ്ങളുള്ള ഇവിടേക്ക് അന്വേഷണ സംഘങ്ങൾക്ക് എത്താൻ കഴിയില്ലെന്നതായിരുന്നു ഇയാളുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഇയാൾ എണ്ണൂരിൽ ഉണ്ടെന്ന് അന്വേഷണ സംഘത്തിന് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്ന് ആലപ്പുഴയിൽ നിന്നും ചെന്നൈയിലെത്തിയ എക്സൈസ് സംഘം ഗ്രാമത്തിൽ കടന്ന് സുൽത്താൻ അക്ബറെ ഗ്രാമത്തിലെ മൂപ്പൻ്റെ സഹായത്താൽ പിടികൂടാൻ പദ്ധതി തയ്യാറാക്കി. അങ്ങനെയാണ് അറസ്റ്റ് നടന്നത്. ലഹരിയുമായി ബന്ധമുള്ള ആളാണ് സുൽത്താൻ അലി അക്ബർ. സിനിമാ മേഖലയുമായി ബന്ധമുള്ളത് സുൽത്താൻ്റെ ഭാര്യ തസ്ലിമയ്ക്കാണ്. തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് പതിവായി യാത്ര ചെയ്യുന്ന സുൽത്താനാണ് ലഹരി കടത്തിലെ മുഖ്യ ഇടപാടുകാരൻ. സിനിമാ താരങ്ങളുമായുള്ള ബന്ധം തസ്ലിമയ്ക്ക് മാത്രമാണ്. പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ താരങ്ങൾക്ക് നോട്ടീസ് അയക്കുകയുള്ളൂ എന്ന് കമ്മീഷണർ വ്യക്തമാക്കി. കേസിലെ 3-ാം പ്രതിയാണ് സുൽത്താൻ അലി അക്ബർ. 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. സിനിമാ താരങ്ങൾക്ക് പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന കരിയറായി യുവതി പ്രവർത്തിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ പോലീസ് ഇത് കണ്ടെത്തിയിരുന്നെങ്കിൽ ലഹരിക്ക് പുറമെ തസ്ലീമ പെൺകുട്ടികളെ ഇടപാടുകാർക്ക് എത്തിച്ചു നൽകിയതിൻ്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ടിപ്പോൾ. ഒരു മോഡലിന് 25,000 രൂപയാണ് തസ്ലീമ ഇട്ടിരിക്കുന്ന വില. 25,000 രൂപ നൽകണമെന്ന് പ്രമുഖ താരത്തെ വിളിച്ച് ആവശ്യപ്പെടുന്ന ചാറ്റും പോലീസിന് ലഭിച്ചു. അതേസമയം തസ്ലീമ സുൽത്താനയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. കൂടുതൽ തെളിവ് ശേഖരണത്തിന് ശേഷമായിരിക്കും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുക. ഹൈബ്രിഡ് എത്തിക്കുന്നത് തായ്ലൻഡിൽ നിന്നാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിമാനത്താവളങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ മറികടന്ന് എങ്ങനെയാണ് കേരളത്തിൽ ഇത് എത്തിച്ചു നൽകുന്നതെന്നാണ് പ്രധാനമായും എക്സൈസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ലഹരി മാഫിയ വിദേശത്തേക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകളും എക്സൈസിൻ്റെ ഇന്ത്യൻ ഭാഗം അന്വേഷിക്കുന്നുണ്ട്. തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിൽ വളർത്തുന്ന ഹൈബ്രിഡ് കഞ്ചാവ് വിതരണം ചെയ്യുന്ന അന്താരാഷ്ട്ര ലഹരി സംഘങ്ങളിലേക്ക് അന്വേഷണം നീളുന്നത്. ബാങ്കോക്കിൽ നിന്ന് യുവതികളെ കൊച്ചി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യൻസ് പിടികൂടിയിട്ടായിരുന്നു. രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വിപുലമായ വിതരണം ഉണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവ് തായ്ലൻഡിൽ നിന്നും ബാംഗ്ലൂർ വഴി എത്തിച്ചതാണെന്ന് പ്രതികളുടെ മൊഴിയിലുണ്ട്. പ്രതികളുടെ വാട്സപ്പ് മൊബൈലിൽ വാട്സപ്പ് ചാറ്റുകൾ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ് കാണപ്പെടുന്നത്. ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നത് തസ്ലീമ സുൽത്താൻ വാടകയ്ക്കെടുത്ത കാർ വ്യാജവിലാസത്തിലാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു. കർണാടക സ്വദേശിയുടെ പേരിലുള്ള ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും നൽകിയാണ് എറണാകുളത്തെ സ്ഥാപനത്തിൽ നിന്നും കാർ വാടകയ്ക്കെടുത്തത്. തിരിച്ചറിയൽ കാർഡിൻ്റെ ഉടമയെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയായ തസ്ലീമ സുൽത്താൻ വമ്പൻ ലഹരി സംഘത്തിലെ കണ്ണിയാണെന്ന സൂചന ആദ്യമേ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. തമിഴ്, മലയാളം സിനിമകളിൽ എക്സ്ട്രാ നടിയായി മുഖം കാണിച്ചിരുന്ന തസ്ലീമ സുൽത്താന സിനിമാ മേഖലയിലുള്ളവർക്കും വിദേശ സഞ്ചാര മേഖലയിലുള്ളവർക്കും മരുന്ന് എത്തിച്ചു നൽകിയിരുന്നു. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായ യുവതിക്ക് സിനിമാ മേഖലയിൽ ഉൾപ്പെടെ വൻ തോക്കുകളുമായാണ് ബന്ധം. തമിഴ് സിനിമയിൽ എക്സ്ട്രാ നടിയായി ജീവിതം തുടങ്ങിയ തസ്ലീമ മലയാള സിനിമയിലും മുഖം കാണിച്ചിട്ടുണ്ട്. തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള 8ഓളം ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന യുവതി സ്ക്രിപ്റ്റ് പരിഭാഷയുമായി പ്രവർത്തിച്ചാണ് മലയാള സിനിമാ മേഖലയിലേക്ക് കടക്കുന്നത്. മലയാള സിനിമാക്കാരുമായി അടുത്തതോടെ കൊച്ചിയിലേക്ക് ചുവടുമാറ്റി 3 മലയാള സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട്. എറണാകുളം കേന്ദ്രീകരിച്ച് മസാജ് പാർലർ നടത്തിയിരുന്നു. മയക്കുമരുന്ന് നൽകി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായതോടെ വീണ്ടും തമിഴ്നാട്ടിലേക്ക് താവളം മാറ്റി. എന്നാൽ മംഗലാപുരം, കോഴിക്കോട്, കൊച്ചി നഗരങ്ങൾ ലഹരി ഇടപാട് തുടർന്നു. ആലപ്പുഴയിൽ പിടികൂടിയ കഞ്ചാവ് 30 ലക്ഷം രൂപയ്ക്ക് കോഴിക്കോട് സ്വദേശിയാണ് കൈമാറിയത്. റിസോർട്ടിന് സമീപം ഇരുവരും കാറിൽ വന്നിറങ്ങിയപ്പോൾ തൊണ്ടി സഹിതം പിടികൂടുകയായിരുന്നു. ബംഗാളിൽ 3 പൊതികളിലായി കഞ്ചാവ് സൂക്ഷിച്ചിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ 4 പൊതികളിലായിരുന്നു ഇവരുടെ പക്കലായിരുന്നത്. ശ്രീനാഥ്, ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ പലർക്കും ലഹരി വസ്തുക്കൾ കൈമാറിയിട്ടുണ്ടെന്ന് തസ്ലീമ വെളിപ്പെടുത്തി. ബാംഗ്ലൂർ വഴിയാണ് ഇവർ ഇത് കൊണ്ടുവന്നത്. സാധാരണ കഞ്ചാവ് ഗ്രാമിന് 50,000 രൂപയാണെങ്കിൽ ഇത് 1 ഗ്രാമിൻ്റെ വില 1000 രൂപ, 10,000 രൂപയായും വരും. ഇവരുമായുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ തെളിവുകളും തസ്ലീമയുടെ ഫോണിൽ നിന്നും ലഭിച്ചു.